ഓരോ ഫയലും ഓരോ ജീവിതമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം പ്രേക്ഷകർക്ക് ഓർമ്മയില്ലേ? ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ജീവനക്കാരെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം. എന്നാൽ ചുവപ്പ് നാടയുടെ കുരുക്കഴിക്കൽ അത്ര എളുപ്പമല്ലെന്നിപ്പോൾ മുഖ്യമന്ത്രിക്കും ബോധ്യമായിട്ടുണ്ട്. ഫയലുകൾക്ക് നിറം നൽകി ഫയൽ നീക്കം വേഗത്തിലാക്കാനാണ് ഇപ്പോൾ സർക്കാർ നീക്കം. സർക്കാർ കാര്യം മുറ പോലെ എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. സർക്കാർ ഓഫീസുകളിലെ ഫയൽ കൂനകൾ കണ്ടാൽ അങ്ങനെ ആരും പറഞ്ഞു പോകും. കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ വേഗം തീരുമാനമെടുക്കണമെന്ന് മുഖ്യമന്ത്രി പലവട്ടം പറഞ്ഞു. പക്ഷേ ആര് കേൾക്കാൻ? ഭരണസിരാ കേന്ദ്രങ്ങളിൽ ചുവപ്പ് നാടകൾ കൂടി വന്നു. ചുവപ്പ് നാടയുടെ കുരുക്കഴിക്കാൻ ഫയൽ അദാലത്തുകൾ നടത്തി. എന്നിട്ടും തഥൈവ. സെക്രട്ടേറിയറ്റിൽ ഏറ്റവും അധികം ഫയൽ കെട്ടിക്കിടക്കുന്നത് തദ്ദേശ ഭരണ വകുപ്പിലാണ്. 3,18,441 എണ്ണം എന്നാണ് കഴിഞ്ഞ ജൂണിലെ കണക്ക്. രണ്ടാമത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 30,591 എണ്ണം. മൂന്നാമത് റവന്യൂ വകുപ്പ് 22,239 ഫയലുകൾ. സെക്രട്ടേറിയറ്റിൽ ഓരോ മാസവും തുറക്കുന്ന ഫയലുകളിൽ 30% പോലും ആ മാസം തീർപ്പാകില്ല. ഫയലുകൾ കുന്നുകൂടുന്നത് പോലെ മുഖ്യമന്ത്രിയും പലവട്ടം ജീവനക്കാരോട് പലതും പറഞ്ഞു നോക്കി. ഫയൽ നീക്കത്തിലെ നൂലാമാലകൾ ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. മനഃപൂർവ്വം നൂലാമാലകൾ സൃഷ്ടിച്ച് ഫയൽ താമസിപ്പിക്കുന്ന മനോഭാവം പൂർണ്ണമായി അവസാനിച്ചൊന്നും പറയാനാവില്ല. ഇതിലൊക്കെ സാരമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പുരോഗതി കാണാതെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ പൂർണ്ണമായ അന്ത്യമാണ്. അതായിട്ടില്ല. അസിസ്റ്റൻ്റ് തലത്തിൽ നിന്നും മുകളിലേക്ക് എത്തുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട ഫയലുകൾ ആദ്യ കുറിമാനം കൊണ്ട് തന്നെ ചിലപ്പോൾ മരിക്കാം. എന്നാൽ മരിച്ചേക്കാവുന്ന ഫയലിനെ നിങ്ങൾക്ക് ജീവിപ്പിക്കാനുമാവും. ഏറ്റവും ഒടുവിൽ ചുവപ്പ് നാടയുടെ കുരുക്കഴിക്കാൻ ഫയലിന് നിറമിടുക എന്നതാണ് സർക്കാരിന്റെ നീക്കം. അടിയന്തര പ്രാധാന്യമുള്ള ഫയലുകൾ തിരിച്ചറിയുക എന്നതാണ് നിറം നൽകുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി ഈ ഓഫീസ് ഫയലിലും മാറ്റം കൊണ്ടുവരും. അവർക്ക് എളുപ്പം ഓരോ കാര്യങ്ങൾ ഓരോ ഡിവിഷനിലേക്ക് മാറ്റിത്തിരിക്കാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ടാവും. അത് ഉദ്യോഗസ്ഥരുടെ തന്നെ തീരുമാനമായിരിക്കും. അവർ ചെയ്യുന്ന അവരെങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. ബാക്കിയല്ല അതിനെപ്പറ്റി പെട്ടെന്ന് നടപടി ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അതായത് ഫയൽ നീക്കുന്ന ആൾക്കാരുടെ ഓരോ ഇത് കണക്കാണല്ലോ. ഈ ഉടമസ്ഥരുടെ കഴിവ് കണക്കാണ് ബാക്കിയുള്ള ഫയലുകൾ നീക്കുമല്ല. കളർ കൊടുത്തുകൊണ്ട് ഒരു മാറ്റമില്ല. പേപ്പറിന്റെ കളർ മാറുമെന്നല്ലാതെ പേപ്പർ നീങ്ങുന്നതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഫയൽ ഉണ്ടാകാൻ വഴി കുറവായിരിക്കും. കളർ കൊണ്ട് കാര്യമൊന്നുമില്ല. അത് എല്ലാവരും കൂടെ തീരുമാനമെടുത്ത് മുന്നിട്ടിറങ്ങി ഓരോന്നോരോന്നായിട്ട് തീർത്തെടുത്ത് പോയാലേ കാര്യം നടക്കുകയുള്ളൂ. കളർ കോഡ് കൊണ്ടുവന്നുകഴിഞ്ഞാൽ അഴിമതി ഒരു പരിധി വരെ തടയാം എന്ന് കണ്ടെത്താൻ പറ്റും. നിറം മാറിയാൽ ഫയൽ നീങ്ങുമോ എന്നുറപ്പില്ല. ഫയൽ നീക്കത്തിന് വേണ്ടത് ഇച്ഛാശക്തിയും ആർജവവും ആണ്. അതില്ലെങ്കിൽ എത്രയോ ജീവിതങ്ങൾക്ക് മേൽ അടയിരിക്കുന്നവരാകും ജീവനക്കാരും ഉദ്യോഗസ്ഥ വൃന്ദവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.